എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ നമ്മുടെ ഫോട്ടോ കൊളാജ് പ്ലഗിൻ ഇൻസ്റ്റാൾ ആക്കിയിട്ട് യൂസ് ആക്കാമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പാക്കേജ് ഡൗൺലോഡ് ചെയ്യാനുള്ള പേജ്. ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ബയോയിലും ഉണ്ട്. അതുപോലെ തന്നെ കൊളാജെന്നോ ഇല്ലെങ്കിൽ പ്ലഗിന്നോ കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ DMക്കും വരും. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്താൽ ഇതുപോലത്തെ ഡ്രൈവാണ് കിട്ടുക. അപ്പോൾ ഇതിൽ ഫോട്ടോഷോപ്പ് എന്നും ഇല്ലുസ്ട്രേറ്റർ എന്നും പറഞ്ഞിട്ട് 2 ഫോൾഡറായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്ലഗിനും സ്ക്രിപ്റ്റും സെപ്പറേറ്റ് ഫോൾഡേഴ്സിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഫോട്ടോഷോപ്പിൽ നിന്നുള്ള ഫോൾഡറിൽ കൊളാഷ് എടുക്കുമ്പോൾ ഇതുപോലെ പ്ലഗിൻ എന്നുള്ള ഫോൾഡറിൽ .ccs എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും. അത് ഡൗൺലോഡ് ആക്കിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്രിയേറ്റീവ് ക്ലൗഡിൽ കൂടെ ഇതുപോലെ ഇൻസ്റ്റാൾ ആക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് പ്ലഗിൻ എടുക്കുമ്പോൾ നമ്മുടെ പ്ലഗിൻ ഇതുപോലെ കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ പ്ലഗിൻ്റെ ഇൻ്റർഫേസ്. ഞാൻ ഇത് 3 ടാബായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ടാബിലാണ് നമുക്ക് ലേഔട്ടൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ടാബിൽ നമ്മുടെ ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. മൂന്നാമത്തെ ടാബിലാണ് നമ്മുടെ ഇമ്പോർട്ട് ചെയ്ത ഫോട്ടോസ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്ലഗിൻ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം പിൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യണം. പിൻട്രസ്റ്റിൽ കയറിയിട്ട് ഫോട്ടോ കൊളാജ് ടെംപ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഒരുപാട് ടെംപ്ലേറ്റ് കാണാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു ടെംപ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് ഡയറക്റ്റ് ഫോട്ടോഷോപ്പിൽ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലഗിനിൽ തന്നെ ഈ പ്ലേസ് ടെംപ്ലേറ്റ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള റെഫറൻസ് ലെയർ സെലക്ട് ചെയ്തിട്ട് ഈ ഡിറ്റക്റ്റ് ആൾ ഷേപ്പ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ പാത്തെല്ലാം ഡിറ്റക്റ്റ് ആവും. എന്നിട്ട് ഈ മേക്ക് സെപ്പറേറ്റ് ഷേപ്പ് ലെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഡിറ്റക്റ്റ് ചെയ്ത ഷേപ്പ് എല്ലാം ഇതുപോലെ സെപ്പറേറ്റ് ലെയർ ആവും. ഇപ്പോൾ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ലേഔട്ടായി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ ലെയറും സെലക്ട് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ടാബിലെ ഈ ഓട്ടോ ഫില്ലിൽ നമ്മുടെ ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോസ് എല്ലാം ഇതുപോലെ ഓട്ടോമാറ്റിക്കലി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ തേർഡ് ടാബിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനും സൂം ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മുടെ പ്ലഗിനിൽ തന്നെ ഉള്ള ലേഔട്ട് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഇതിൽ 50+ ലേഔട്ട് ഇൻബിൽഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഫോട്ടോസിൻ്റെ ലേഔട്ടാണോ അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ഇതുപോലെ സ്റ്റൈൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റൈലും സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ഗ്രിഡ് ഇൻ ക്യാൻവാസ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ക്യാൻവാസിൽ ഇതുപോലെ ലേഔട്ട് ഫില്ലാവും. ഇനി ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ ലെയറും സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോ കൊളാജ് റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ തേർഡ് ടാബ് എടുക്കുമ്പോൾ സ്പേസിങ്ങും മാർജിനും റേഡിയസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഈ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് തമ്മിലുള്ള ഗ്യാപ്പ് അറേഞ്ച് ചെയ്യാനാണ്. അതുപോലെ മാർജിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാൻവാസും നമ്മുടെ ഫോട്ടോ കൊളാഷും തമ്മിലുള്ള ഗ്യാപ്പാണ്. അതുപോലെ റേഡിയസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷേപ്പിനെ ഇതുപോലെ റൗണ്ടഡ് കോർണർ ആക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ നമുക്ക് ഇമേജ് ഷഫിൾ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫസ്റ്റ് ടാബിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പാക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ബയോയിലും ഉണ്ട്. അതുപോലെ തന്നെ കൊളാജെന്നോ പ്ലഗിന്നോ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ DMലോട്ടും വരും. അപ്പോൾ അത്രയേ ഉള്ളൂ.